ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയേക്കാം. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഗൂഗിൾ പേയുടെ റിവാർഡ് ഒക്കെ നോക്കിയപ്പം അതിനകത്ത് എനിക്കൊരു ബെല്ലാവിറ്റയുടെ ഒരു ഓഫർ വന്നു. അതായത് പെർഫ്യൂം വാങ്ങിച്ച 50% ഓഫ് ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് റെഡീം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാനത് അപ്പം തന്നെ അത് റെഡീം ചെയ്തു. ഡയറക്റ്റ് അത് ബെല്ലാവിറ്റയുടെ വെബ്സൈറ്റിലോട്ട് പോയി. അപ്പം ഞാൻ കണ്ടതിൽ ഒരു പെർഫ്യൂമിനകത്ത് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ കൂപ്പൺ അപ്ലൈ ചെയ്ത് നോക്കി. കൂപ്പണൊക്കെ വർക്കാവുന്നുണ്ട്. എനിക്ക് ഏകദേശം പകുതി പൈസയും കുറച്ചു. പിന്നെ ഞാനൊരു ചെറിയൊരു പെർഫ്യൂമും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നോക്കി. ഞാനത് വാങ്ങിച്ചില്ല. എന്നിട്ട് ഞാൻ ഫുള്ള് ബാക്ക് അടിച്ച് ഇങ്ങനെ പോന്നു. അപ്പം അത് ഞാൻ ഒരു രാവിലെ കണ്ടാണ് ചെയ്തത്. അപ്പോൾ ഒരു ഉച്ചയായപ്പം ബെല്ലാവിറ്റയിൽ നിന്ന് അവർ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ചോദിച്ചു, സാർ ഇതുപോലെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പം ഈ ഒരു സാധനം വാങ്ങുന്നില്ലേ, ഇപ്പം ഭയങ്കര ഓഫറുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ കറൻ്റ്ലി എനിക്ക് വാങ്ങാൻ താല്പര്യമില്ല, അപ്പം ഞാൻ വാങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇവർ ഇതിന് മുന്നേ ആദ്യം ഒന്ന് വിളിച്ചായിരുന്നു. അപ്പം മൊത്തം ഹിന്ദി ആയിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നാണ് ഒരു ബെല്ലാവിറ്റ എന്ന് പറയുന്നത് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ, വേറെ ഒന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ അപ്പം ഞാൻ ഉച്ചയ്ക്ക് വിളിച്ച കോള് അങ്ങനെ പറഞ്ഞ് തീർത്തു. പിന്നെ ഒരു വൈകിട്ടൊരു 3-3:30 4 ആയപ്പം വീണ്ടും അവർ വിളിച്ചു. അത് വേറൊരാളാണ് വിളിക്കുന്നത്, എല്ലാം ഒരാളല്ല. അപ്പം അവർ വിളിച്ചിട്ട് പിന്നെയും ചോദിച്ചു, സാർ ഇത് വാങ്ങുന്നില്ലേ എന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഇപ്പം കറൻ്റ്ലി താല്പര്യമില്ല, ഞാൻ വാങ്ങുന്നില്ലെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു വിട്ടു. രാത്രിയായപ്പം അവർ വീണ്ടും വിളിക്കുന്നു, സാർ പ്രോഡക്റ്റ് ഇങ്ങനെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഭയങ്കര ഓഫറൊക്കെ ഉള്ള ടൈമാണ്, അപ്പം കുറച്ചൊരു 20% കൂടെ ഓഫർ തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എനിക്ക് ഇപ്പം ആവശ്യമില്ല, ഞാനത് വാങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞ് കോളും കട്ട് ചെയ്തു. അപ്പം തന്നെ ഞാൻ ബെല്ലാവിറ്റയുടെ സൈറ്റിൽ ചെന്നിട്ട് കാർട്ടിനകത്തൊന്നും മൊത്തം മാറ്റി. അതായത് വീണ്ടും പിന്നെ ഇനി അവർ വിളിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കാർട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം കളഞ്ഞു. അപ്പം അത് കഴിഞ്ഞു. അടുത്ത ദിവസം ഒരു ഉച്ച കഴിയുമ്പം ഇവർ വീണ്ടും വിളിക്കുന്നു, സാർ കാർട്ടിൽ ഓർഡർ ഉണ്ട്, ബെല്ലാവിറ്റയുടെ ഇത്, അപ്പം 50% അല്ല, അതിൻ്റെ കൂടെ 20% കൂടെ തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ താല്പര്യമില്ല, വാങ്ങുന്നില്ലെന്ന് പറഞ്ഞു. അവരടുത്ത ദിവസം രാവിലെ ഒരു 7:30-8 ആ ടൈമിൽ വീണ്ടും വിളിക്കുന്നു. മനുഷ്യനിവിടെ ഉറക്കത്തിൽ നിന്ന് പോലും എണ്ണീറ്റിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി നിങ്ങളോടെല്ലാം പറഞ്ഞാണ്, എനിക്ക് വേണ്ട, എനിക്ക് കറൻ്റ്ലി അത് വാങ്ങിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ പിന്നെ അവരോട് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തു. ഇന്ന് വേണ്ട വൈകിട്ട് പിന്നെ അവർ വിളിക്കുന്നു. അവർ വീണ്ടും ഇങ്ങനെ വിളിച്ച് സത്യം പറഞ്ഞാൽ മെനക്കെടുത്തിയും ശല്യപ്പെടുത്തിയും എല്ലാം കൂടെ. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരാൾ വാങ്ങാൻ താല്പര്യപ്പെട്ടിപ്പോൾ കാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ച് അവരുടെ മൈൻഡ് മാറ്റി ആ പ്രോഡക്റ്റ് ഒരിക്കലും വാങ്ങാത്ത രീതിയിൽ അവരാക്കുന്ന രീതിയിലാണ് എനിക്ക് ബെല്ലാവിറ്റയെന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്. ഇതൊക്കെ പറഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ് മോശമാണെന്നോ അല്ലെ സ്പ്രേക്ക് ക്വാളിറ്റി കുറവാണ് എന്നുള്ള കാര്യം ഒന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് അവർ ഇപ്പോൾ ചെയ്യുന്ന ആ ഒരു കാര്യം, അതായത് ഒരു കസ്റ്റമറിനെ ഇങ്ങനെ വിളിക്കുന്ന കാര്യം, അത് ഭയങ്കര ബോറ് മാത്രമല്ല, കസ്റ്റമറിന് ഭയങ്കര ഇറിറ്റേഷനും ബുദ്ധിമുട്ടും എല്ലാമാണ്. പിന്നെ ഞാനിതിവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് നടത്തുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ആപ്പിൻ്റെ ഓണറോ അങ്ങനെ എന്തെങ്കിലുമാണ്. അപ്പം നിങ്ങൾ എന്തായാലും കസ്റ്റമറിനെ വിളിക്കും. ഇപ്പം ഞങ്ങൾ ബസ്ലറിലാണേലും ഞങ്ങൾ വിളിക്കുന്നുണ്ട്, ആൾക്കാരെ വിളിക്കുന്നുണ്ട്. അവരിപ്പം തിരക്കാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുവാണെങ്കിൽ ഞങ്ങൾ പിന്നെയും വിളിക്കും. പക്ഷേ അവർക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പം ഓക്കെ സാറ് അത് ഉപയോഗിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എൻക്വയറി ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ആപ്പൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കസ്റ്റമറിനെ വിളിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താതെ, അവരിപ്പോൾ ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് വിട്ടേക്കുക. അതായത് ഇപ്പം വിട്ടേക്കുക എന്ന് ഉദ്ദേശിച്ചാൽ അങ്ങനല്ല, ഇപ്പം എപ്പോഴും ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താതെ അതൊരു മാന്യമായ രീതിയിൽ അതിനെ ഒന്ന് സോൾവ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. പിന്നെ ഞാൻ ഈ ഒരു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഭയങ്കര മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അങ്ങനെ ഒന്നുമല്ല. ഇത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു സാധനമാണ്. അപ്പം അങ്ങനെ ചെയ്താൽ അത് കൊള്ളില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിൽ നല്ല വ്യക്തമായിട്ട് പറയാവുന്നതാണ്. ഈ ഒരു കാര്യം എല്ലാവർക്കും ഇങ്ങനെയാണെന്നൊക്കെ അറിയത്തില്ല. ബട്ട് എനിക്ക് ഇപ്പം ഇവരിങ്ങനെ വിളിച്ച് ഇപ്പം എനിക്ക് ആ ബെല്ലാവിറ്റയുടെ പ്രോഡക്റ്റ് പോലും വാങ്ങാൻ ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് അവരെന്നെ കൊണ്ടാക്കിയേക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ആപ്പിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ
നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിനോട് പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.